കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയും ബ്രെഡും ഉപയോഗിച്ച് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു വടയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, നല്ല തിളച്ച ചൂടോടുകൂടിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ പൊടി നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം പാടില്ല. ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് പീസുകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 4 പച്ചമുളക് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. മല്ലിയില നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കാം. നമുക്കിനി കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. അരിപ്പൊടിയിൽ ഒഴിച്ചിരിക്കുന്ന തിളച്ച വെള്ളം ചൂടാറിയതിന് ശേഷം മാത്രം വേണം കുഴയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോകും. അധികം വെള്ളം കൂടാതെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് വടയായിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. വെള്ളം അധികം കൂടി പോകരുത്, അങ്ങനെ വട ശരിക്കും പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും വെള്ളം കൂടിയാൽ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കയ്യുമ്മ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കയ്യുമ്മ 2 ഓയിൽ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബോളുകളായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് വട പോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ വട ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന വടകൾ സാവകാശം ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇത്തിരി നേരം വൈകും വേവാനായിട്ട്. എന്നാലും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവാതെ വരും, പുറം ഭാഗം വേഗം കരിഞ്ഞ് പോരും. നമ്മുടെ വട ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള വട കൂടി ഇതുപോലെ വറുത്തെടുക്കാം. അരിപ്പൊടിയും ബ്രെഡും ഉപയോഗിച്ച് നമ്മളിത് രസകരമായ ഒരു വട ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉള്ളിച്ചമ്മന്തി കൂട്ടിയിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഞാൻ 20 വടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലെ മെമ്പേഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് ഇതിൻ്റെ ചേരുവയിൽ മാറ്റം വരുത്തിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.